നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. യാത്രാ ദുരിതം സൃഷ്ടിച്ച കണിമംഗലം പാലക്കൽ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. റോഡിന്റെ പ്രധാന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായ ഘട്ടത്തിലാണ് നടപടി. ബി.ജെ.പി. നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകരയിൽ ഗീതാ ഗോപി എം.എൽ.എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സി മുകുന്ദൻ എം.എൽ.എ ആയിരിക്കെ അനുവദിച്ച 18 പദ്ധതികൾ എം.എൽ.എ തടഞ്ഞുവച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. സപ്ലൈകോ ചേർപ്പ് നിയോജക മണ്ഡലം ഓണം ഫെയറിന് തുടക്കമായി. ചേർപ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ഓണം ഫെയർ തുടങ്ങിയത്. രാജീവ് ഗാന്ധി ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ച് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി. ചേർപ്പ് സെന്ററിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. യാത്രാ ദുരിതം സൃഷ്ടിച്ച കണിമംഗലം പാലക്കൽ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. റോഡിന്റെ പ്രധാന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായ ഘട്ടത്തിലാണ് നടപടി. കഴിഞ്ഞ ജൂൺ 14 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇതുവഴിയുള്ള ഗതാഗതം സാധ്യമാക്കുന്നത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ഗീതാ ഗോപി എം.എൽ.എ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, KSTP അസിസ്റ്റന്റ് എഞ്ചിനീയർ, റോഡ് കോൺട്രാക്ടർ, RTO, പോലീസ്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നിർമ്മാണം വേഗത്തിലാക്കി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനുള്ള നടപടികളും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ചടങ്ങിൽ ഗീതാ ഗോപി എം.എൽ.എ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, അവണിശ്ശേരി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ റോസ്ലി ജോയ്, സിജോ ജോർജ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പാലക്കൽ കണിമംഗലം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി KSTB സ്റ്റോപ്പ് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം തന്നെ ജനം വളരെയധികം ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ സന്ദർഭത്തിലുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളും ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ജില്ലാ ഭരണകൂടം, പോലീസ്, RTO എല്ലാവരുടെ സഹകരണത്തോടെ കണിമംഗലം മുതൽ പാലക്കൽ വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് KSTB ഏറ്റെടുത്ത പ്രവൃത്തി പുനരാരംഭിക്കുകയും വാഹന ഗതാഗതം കുറേയും കൂടി ക്രമീകരിച്ചുകൊണ്ട് ഈ പ്രവൃത്തിക്ക് വേണ്ടി സഹകരിച്ച ജനങ്ങളോട് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഓണം നാളിൽ വരുന്ന ഈ സന്ദർഭങ്ങളെല്ലാം വളരെ തിരക്കേറിയ സമയത്തും ഈ പാലക്കൽ പ്രദേശത്തിൻ്റെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ സാന്നിധ്യത്തിൽ മുൻകൈയെടുക്കാൻ MLA എന്ന നിലയിലുള്ള എഫേർട്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ സമീപത്തെ ജനങ്ങളുടെയും ഈ പ്രദേശത്തുള്ള ബസ് ഓണേഴ്സുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ പാലക്കൽ കണിമംഗലം റോഡിൻ്റെ KSTB ഏറ്റെടുത്ത പ്രവൃത്തി ഇന്നത്തോടുകൂടി പൂർണ്ണമാവുന്നു. നമുക്കറിയാം, ഈ വർഷക്കാലത്ത് റോഡ് വളരെ ദയനീയാവസ്ഥയിലായിരുന്നു. ആ ഒരു ദയനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിക നിയോജക മണ്ഡലം MLA-യും കളക്ടറുടെ യോഗത്തിലും ഞാനും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അതിവേഗ റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും MLA-യുടെ നേതൃത്വത്തിലും കളക്ടറുടെ നേതൃത്വത്തിലും കൂടി തുടങ്ങിയതാണ്. ഇപ്പോൾ ഇന്ന് ഈ റോഡ് പണി ഇവിടം വരെ എത്തി. ഇന്നിപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഇത് തുറന്നു കൊടുക്കുകയാണ്. ഈ നാടിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ റോഡ്. നിലവിൽ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തെങ്കിലും പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കാനുള്ള അനുബന്ധ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. റോഡിന്റെ അരികുഭാഗത്തെ കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങളും ടൈലുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും തുടങ്ങി. 20 ദിവസത്തിനകം ടൈൽ വിരിക്കൽ പൂർത്തിയാക്കുമെന്ന് MLA പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായുള്ള തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതത് പ്രദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകൾ KSCB-യുമായി സഹകരിച്ച് വൈദ്യുത കണക്ഷൻ നൽകേണ്ടതാണ്. റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ മാർക്കറ്റിംഗ്, സ്റ്റഡുകൾ സ്ഥാപിക്കൽ എന്നീ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. പദ്ധതിയുടെ ഭാഗമായുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. യാത്രക്കാരുടെ സുരക്ഷയും ഗതാഗത സൗകര്യവും മെച്ചപ്പെടുത്തുന്ന തരത്തിലാണ് അനുബന്ധ പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസംബർ മാസത്തിനകം പദ്ധതി നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകുമെന്നാണ് KSTB പറയുന്നത്. റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് പ്രദേശവാസികളും ജനപ്രതിനിധികളും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. MLA-യുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിൽ നമ്മൾ അന്ന് തന്നെ ഒരു മീറ്റിംഗ് കൂടി. അങ്ങനെ നമ്മൾ ഈ റോഡ് പണി 15-ാം തീയതി നമുക്ക് വിട്ടുതരാം എന്ന് അവർ ഉറപ്പ് തരികയാണ് ചെയ്തത്.
എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് 15 എന്നുള്ളത് 20 മാറി. 5 ദിവസത്തെയും കൂടി മാറ്റം മഴ കാരണം വന്നതാണ്. എന്തായാലും നമ്മുടെ ഈ റോഡ് ഇന്ന് തുറന്നു കൊടുക്കാൻ പോകുന്നു. പൊതുജനങ്ങളുടെ ഒരു വളരെ കാലമായിട്ടുള്ള 2-2.5 കൊല്ലമായിട്ട് ഈ റോഡ് പണിയാതെ കിടക്കുകയായിരുന്നു. വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് പൂവണിയാൻ പോകുന്നത്. ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായിട്ട് MLAയും പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റോഡ് വർക്കിൽ നമ്മൾ കുറുക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റോഡിൽ ഏറ്റവും സ്പീഡിൽ നടന്ന സ്ഥലം ഈ സ്ഥലമാണ്. അതും 2 മാസം എന്ന് പറഞ്ഞത് ഏതാനും ദിവസങ്ങൾ മാത്രം, അതായത് 2 മാസം 5 ദിവസം മാത്രമാണ് വന്നേക്കണം. അപ്പോൾ അതിൽ പ്രവർത്തിച്ച എല്ലാ ജനപ്രതിനിധികൾക്കും അതിനോടൊപ്പം നിന്ന എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾ എല്ലാ നാട്ടുകാർക്കും പ്രത്യേകം ഒരു വലിയൊരു ആനന്ദകരമായ ദിവസമാണ്, പ്രത്യേകിച്ച് ഓണത്തോടനുബന്ധിച്ച് തുറന്നു കിട്ടിയതിൽ. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകരയിൽ ഗീതാ ഗോപി MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CC മുകുന്ദൻ MLA ആയിരിക്കെ അനുവദിച്ച 18 പദ്ധതികൾ MLA തടഞ്ഞുവച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2025-26 വർഷത്തിൽ അനുവദിച്ച 3.16 കോടിയുടെ 18 പദ്ധതികളാണ് നിലവിൽ അനുമതി നൽകാതെ ഗീതാഗോപി MLA തടഞ്ഞുവെച്ചതായി BJP ആരോപിക്കുന്നത്. BJP തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സമരമല്ല. എന്തിനാണ് ഈ സമരം? കഴിഞ്ഞ MLA ഈ നാട്ടിലെ നികുതി പണത്തിൽ നിന്ന് ഈ നാട്ടിലെ അംഗൻവാടികൾ, സാധാരണക്കാരന്റെ റോഡുകൾ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, ഇങ്ങനെ ഈ സമൂഹത്തിന് സർവ്വസാധാരണക്കാരന് ഉപയുക്തമാകുന്ന രീതിയിൽ പരിണമിക്കേണ്ട 3,18,00,000 രൂപ അനുവദിച്ചതോടെ കിടക്കുന്നു. കഷ്ടകാലത്തിന് ഈ ഇലക്ഷനിൽ ശ്രീമതി ഗീതാഗോപി MLA വന്നു. സ്വാഭാവികമായും മുകുന്ദേട്ടന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഈ 3,16,00,000 രൂപ 18 പദ്ധതികൾക്കായി ഇനി ചെലവഴിക്കണമെങ്കിൽ ഇവിടുത്തെ ഒപ്പ് വേണം. അതിന് ഭവതിയോട് അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഒന്ന് കണ്ടെങ്കിൽ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. കണ്ട ഒന്ന് ഞങ്ങള് അപേക്ഷിതമായിട്ട് സ്റ്റാഫും പോലീസും ഒന്ന് പറയണം. ഇത് CC മുകുന്ദന്റെ വീട് പണിക്കല്ല. CC മുകുന്ദന്റെയോ BJP നേതാക്കന്മാരുടെയോ മക്കൾക്ക് 151 പവൻ സ്വർണം കൊടുത്ത് കല്യാണം കഴിക്കാനുമല്ല. CC മുകുന്ദനെ ഞങ്ങൾക്ക് ആർക്കെങ്കിലോ പലപ്പാടുള്ള ഏതെങ്കിലും വ്യവസായിയുടെ കൂടെ ദുബായിക്ക് പോകാനല്ല. ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ രാജ്യത്തെ സർവ്വസാധാരണക്കാരായ ആളുകളുടെ. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണദാസ് അധ്യക്ഷയായി. മുൻ MLA CC മുകുന്ദൻ ആമുഖ പ്രഭാഷണം നടത്തി. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്ന അഭിപ്രായമല്ല ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഇവിടെ ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മണ്ഡലത്തിലെ BJPയുടെ പ്രവർത്തന വിവിധമായി മേഖലയുമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു അപകടസ്ഥിതി ഈ മണ്ഡലത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും രൂക്ഷമായിട്ട് സമരത്തിന് രൂപം നൽകാൻ BJP പ്രധാനപ്പെട്ടവർ ആഗ്രഹിച്ചത് ഈ കഴിഞ്ഞ ദിവസം MLA ആയതിന്റെ ശേഷം ഗീതാഗോപി MLA ആയതിന്റെ ശേഷം നമ്മുടെ MLAയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കളക്ടറാണ്. കളക്ടർ ഒരു യോഗം നമ്മുടെ നാട്ടിക മണ്ഡലത്തിൽ ആൾക്കാരെ വിളിച്ചുകൂട്ടുണ്ടായി. MLA അതിനകത്തുണ്ടായിരുന്നു. കഴിഞ്ഞ കാലം 5 വർഷക്കാലം ഞാൻ MLA എന്ന നിലയിൽ നമ്മൾ നടപ്പാക്കേണ്ട 3,16,00,000 രൂപയുടെ പദ്ധതികൾ ഇനി നടപ്പാക്കണമെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് കഴിഞ്ഞ കാല നിയമങ്ങൾക്കനുസരിച്ച് നിലവിൽ വരുന്ന MLA ആണ് അതിന് ഒപ്പിട്ട് കൊടുക്കേണ്ടത്. അവർ ആ ഇട്ട് കൊടുക്കാതെ തന്നെ 3 മാസക്കാലമായി വരുമ്പോൾ ജൂലൈ മാസത്തിലാണ് കമ്മിറ്റി കളക്ടർ വിളിച്ചു കൂട്ടിയത്. അതിനൊക്കെ തെറ്റിദ്ധരിക്കുന്ന ചില സമീപനമാണ് ഗീതാഗോപി MLA സ്വീകരിച്ചത്. ഷൈൻ നെടിയിരിപ്പിൽ P കൃഷ്ണനുണ്ണി, ബഗീഷ് പൂരാടൻ, TG രതീഷ്, ഗോകുൽ കരിപ്പള്ളി, നിഷ പ്രവീൺ, സുനിൽ ദത്ത, NS സുഗതൻ, ബിജോയ് പുളിയമ്പ്ര എന്നിവർ സംസാരിച്ചു. ഭരണാനുമതി ലഭിക്കാത്ത 3.16 കോടിയുടെ പ്രവൃത്തികൾക്ക് നിലവിലെ MLAയുടെ അനുമതി കത്ത് നൽകാൻ കലക്ടർ ആവശ്യപ്പെട്ടിട്ടും ഗീതാഗോപി നൽകിയില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. കൂടാതെ 50 കോടിയോളം രൂപയുടെ സർക്കാർ ബജറ്റ് പദ്ധതികൾ ഇല്ലാതാകുന്ന അവസ്ഥയാണെന്നും BJP ആരോപിച്ചു. സപ്ലൈകോ ചേർപ്പ് നിയോജക മണ്ഡലം ഓണം ഫെയറിന് തുടക്കമായി. ചേർപ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ഓണം ഫെയർ തുടങ്ങിയത്.
ഓണക്കാല വിപണിയിലെ ഇടപെടലിന്റെ ഭാഗമായുള്ളതാണ് സപ്ലൈകോയുടെ ഓണം ഫെയർ. അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് ഉറപ്പാക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വൻ വിലക്കുറവും ഓഫറുകളുമാണ് ഓണം ഫെയർ നൽകുന്നത്. ഇതിന്റെ ഭാഗമായി പ്രത്യേക സമ്മാന പദ്ധതികളും ഒരുക്കിയിരിക്കുകയാണ്. ഗീതാ ഗോപി MLA ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. വില കൂടുതലിനെ തൽക്കാലം നമുക്കൊരു പരിധിവരെ ക്രമീകരിക്കാൻ സപ്ലൈകോ നമ്മുടെ ചേർപ്പ് മേഖലയിൽ ഇന്നിവിടെ നടക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഈ പരിപാടി വളരെ സന്തോഷത്തോടുകൂടി ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനിച്ചതോടൊപ്പം നല്ല ഉൽപ്പന്നങ്ങളും മിതമായ വിലയിലും ഇത് ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ട ജനങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഈ സംരംഭം വൻ വിജയകരമാക്കാൻ നമുക്ക് ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. ഒത്തിരി ഐറ്റംസ് വളരെ വിലക്കുറവിൽ നല്ല ഗുണനിലവാരത്തിലുള്ള ഐറ്റംസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ അത് വന്ന് വാങ്ങണം. നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഇത്രയധികം ഒരു ഗവൺമെൻറ് പ്രത്യേകിച്ച് കൃത്യസമയത്ത് തന്നെ കൊണ്ട് എത്തിക്കാനായിട്ട് ഇവിടെ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് മേടിച്ച് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കണം. എല്ലാവരോടും പറയണം. എല്ലാവിധ ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് സപ്ലൈകോ തൃശൂർ ഡിപ്പോയിലെ സീനിയർ അസിസ്റ്റന്റ് AR സുചിത്ര, കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് NM ഉണ്ണികൃഷ്ണൻ, ഔട്ട്ലെറ്റ് ഇൻചാർജ് KR ബൈജു എന്നിവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ച് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി. ചേർപ്പ് സെന്ററിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ CN ഗോവിന്ദൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സാങ്കേതിക മുന്നേറ്റം എന്നിവയ്ക്ക് രാജീവ് ഗാന്ധി നൽകിയ സംഭാവനകൾ നേതാക്കൾ അനുസ്മരിച്ചു. തുടർന്ന് സദ്ഭാവനാദിന പ്രതിജ്ഞയും എടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, അനൂപ് അവിണിശ്ശേരി, VI ജോൺസൺ, PK ഇബ്രാഹിം, പരമശിവൻ, പ്രേം ഭാസി, DB സുരേന്ദ്രൻ, കുട്ടിക്കൃഷ്ണൻ നടുവിൽ, KR പിയൂസ്, ബൈജു സെന്റ് ജോൺ, P സന്ദീപ്, ഷനിൽ പെരുവനം എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചു. പതാക ഉയർത്തലും പുഷ്പാർച്ചനയോടെയുമായിരുന്നു അനുസ്മരണം. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പതാക ഉയർത്തലും രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് ചേർന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജു സായിറാം ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഇന്ന് രാജീവ് ഗാന്ധിയുടെ 83ാം ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന രാജീവ് ഗാന്ധി സ്വന്തം അമ്മ ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചതിലൂടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കടന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹവും ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. രാജീവ് ഗാന്ധിയുടെ ചിന്താഗതി ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും ജാതിയോ മതമോ വർണ്ണമോ വിവേചനമോ കൂടാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ ബഹുസ്വരതയിൽ കഴിയണമെന്നാണ് രാജീവ് ഗാന്ധി ചിന്തിച്ചിരുന്നതും പ്രവർത്തിക്കുന്നതും. മണ്ഡലം പ്രസിഡന്റ് MN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഇന്ത്യയെ ആധുനികതയിലേക്ക് നയിച്ച ടെലികോം IT വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച നേതാവാണ് രാജീവ് ഗാന്ധി എന്ന നേതാക്കൾ അനുസ്മരിച്ചു. തുടർന്ന് സദ്ഭാവനാദിന പ്രതിജ്ഞയും എടുത്തു. മണ്ഡലം ഭാരവാഹികളായ NR അനന്തനാരായണൻ, CN വേണുഗോപാൽ, CR രാജൻ, AJ ജിമ്മി, EV ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ബ്ലോക്ക് ഭാരവാഹികളായ CN പ്രേംഭാസി, DB സുരേന്ദ്രൻ, കുട്ടിക്കൃഷ്ണൻ നടുവിൽ, KR പിയൂസ്, ബൈജു സെന്റ് ജോൺ, ഗോപി അയ്യവിളസം, ലോഹിദാസൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് നേതാക്കൾ, വാർഡുതല പ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 83ാം ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ച് കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റി. കോടന്നൂർ ഇന്ദിരാഭവനിലായിരുന്നു ചടങ്ങ്. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. DCC സെക്രട്ടറി TK പൊറിഞ്ചു രാജീവ് ഗാന്ധി ജന്മദിന സന്ദേശം നൽകി. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടോണി ചിറയത്ത് അധ്യക്ഷനായി.
മുതിർന്ന നേതാക്കളായ AP രാമകൃഷ്ണൻ, M സേതുമാധവൻ, സന്തോഷ് സെൻ, ടോമി പെല്ലിശ്ശേരി, ബിന്ദു പുരുഷോത്തമൻ, CO ജോൺസൺ, ഡെന്നസ് പെല്ലിശ്ശേരി, AD ജോണി, അരുൺ സൂര്യ, പ്രസാദ് അറയ്ക്കൽ, മധു, ഹെൻസൻ, PP വോഗീസ് എന്നിവർ നേതൃത്വം നൽകി. രാജീവ് ഗാന്ധിയുടെ ജനാധിപത്യ മതേതര പുരോഗമന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമായി പ്രവർത്തിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പ്രതിജ്ഞയെടുത്തു. പാട്ടത്തിനെടുത്ത തരിശുഭൂമിയിലെ മഴക്കാല പച്ചക്കറി കൃഷി വിളവെടുപ്പും മൂന്നാം ഘട്ടമായുള്ള വാഴക്കന്ന് നടീലും നടന്നു. ചേർപ്പ് പാറക്കോവിൽ മഴമ കൃഷിത്തോട്ടത്തിലായിരുന്നു വിളവെടുപ്പും നടീലും. ചേർപ്പ് ബ്ലോക്ക് ഫാമേഴ്സ് ഓർഗനൈസേഷനാണ് പാറക്കോവിലിന് സമീപം തരിശുഭൂമി പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി നടത്തിയത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു മഴക്കാല പച്ചക്കറി കൃഷി ഇറക്കിയത്. പാറക്കോവിൽ മഴമ മാതൃകാ കൃഷിത്തോട്ടത്തിൽ നടന്ന വിളവെടുപ്പും മൂന്നാം ഘട്ട കൃഷിയുടെ ഭാഗമായി വാഴക്കന്ന നടിയിലും ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ഓണസമൃദ്ധിയാണ്, സമ്പൽ സമൃദ്ധിയാണ്. ഇത് വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ മാതൃകയായിട്ടാണ് റഫീഖും ടീമും ഇവിടെ പച്ചക്കറികൾ ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും തിരുവള്ളക്കാവ് ക്ഷേത്രം ഭരണസമിതിയുടെ 5 ഏക്കർ ഭൂമി വെറുതെ കിടന്നില്ല. തരിശിനെ പൊന്നാക്കിക്കൊണ്ടാണ് ഈ ജൈവ പച്ചക്കറി ഉൽപ്പാദന രംഗത്തേക്ക് മികവാർന്ന നിലയിൽ വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും കൊടുക്കേണ്ട വാഴ, പഴം, കൊല, അതുപോലെ തന്നെ ഇല, ഇതെല്ലാം ഈ ഭൂമിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും, സജ്ജമാക്കാൻ പറ്റും എന്ന് റഫീഖ് ഇവിടെ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇവിടെ ഒരു മാതൃക കാണുന്നത് അമിതമായ കീടനാശിനി ഉപയോഗിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വെജിറ്റബിൾ കേരളീയ സമൂഹം കഴിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒരു വലിയൊരു തിരിച്ചറിവായിട്ടായിരിക്കണം ഇത്തരം പരിപാടികൾ നമ്മൾ കൊടുക്കേണ്ട സന്ദേശം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം മീര, തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി AA കുമാരൻ എന്നിവർ മുഖ്യാതിഥികളായി. ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി പദ്ധതി വിശദീകരണം നടത്തി. ചേർപ്പ് കൃഷി ഓഫീസർ കുമാരി S ഹർഷിത, ബ്ലോക്ക് തല കർഷകോൽപാദക സംഘടനയായ FPO പ്രസിഡന്റ് മുരളീധരൻ പിള്ള എന്നിവർ സംസാരിച്ചു. നീതികദളി, കണ്ണൻവാഴ, നേന്ത്രവാഴ എന്നിവയാണ് മൂന്നാം ഘട്ടമായി കൃഷി ഇറക്കിയത്. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം സംഘടിപ്പിക്കുന്ന 27ാമത് ഓണാഘോഷ കലാസന്ധ്യയുടെ ബ്രോഷർ പുറത്തിറക്കി. 2ാം ഓണദിനമായ ഈ മാസം 27-ന് വ്യാഴാഴ്ച ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് ഓണാഘോഷ കലാസന്ധ്യ നടക്കുക. മേളവിദ്വാൻ പെരുവനം സതീശൻ മാരാർ ഓണാഘോഷ കലാസന്ധ്യയുടെ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചിറമൽ ബ്രോഷർ ഏറ്റുവാങ്ങി. KB പ്രമോദ് അധ്യക്ഷനായി. KL ആന്റണി, PK ഉണ്ണികൃഷ്ണൻ, പ്രസാദ് കിഴക്കൂട്ട്, അക്ഷര മണികണ്ഠൻ, ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു. ഈ മാസം 27-ന് വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് ഓണം കലാസന്ധ്യ അരങ്ങേറുക. ഗീതാ ഗോപി MLA കലാസന്ധ്യ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ നങ്ങ്യാർ കൂത്ത് കലാകാരി ഉഷ നങ്ങ്യാരെ ചടങ്ങിൽ ആദരിക്കും. നടൻ നന്ദകിഷോർ മുഖ്യാതിഥിയാകും. പെരുവനം സതീശൻ മാരാർ ഓണസ്മൃതി നിർവഹിക്കും. പൂക്കളമിടൽ, വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, തുടർന്ന് സംഗീത സന്ധ്യ എന്നിവയാണ് ഓണം കലാസന്ധ്യയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ പാർളം വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി CPIM. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ ട്രഷറർ TR മീര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി സമൂഹത്തിലെ അവശതകൾ അനുഭവിക്കുന്ന 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിച്ചാണ് നൽകിയിരുന്നത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ വീടുകളിൽ പെൻഷൻ എത്തിക്കുന്ന സമ്പ്രദായം പിൻവലിച്ചു. ഇതിനെതിരെയാണ് CPM പാർളം വില്ലേജ് ഓഫീസ് മാർച്ചും പ്രതിഷേധ പൊതുയോഗവും സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ ട്രഷറർ TR മീര പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതൊരൊറ്റ മാസം പോലും മുടങ്ങാതെ പാവപ്പെട്ട അവശത അനുഭവിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് വീട്ടിൽ നേരിട്ടെത്തിക്കുന്ന രീതിയാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തത്. അതിന് ഏറ്റവും പ്രധാനമായി ഏൽപ്പിച്ചിരുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കുകളെയാണ്.
കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരെയും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരെയും അതുപോലുള്ള വളണ്ടിയേഴ്സിനെ അടക്കം ഉപയോഗപ്പെടുത്തി ഈ പാവപ്പെട്ട ആളുകൾക്ക് കൃത്യസമയത്ത് തന്നെ പെൻഷൻ വീടുകളിൽ എത്തിക്കുക എന്നത് മാത്രമല്ല സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ചെയ്തിരുന്നത്. മറിച്ച് ഏതൊക്കെ ഘട്ടങ്ങളിൽ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ സഹകരണ മേഖലയാകെ തന്നെ ഈ പെൻഷൻ പദ്ധതി നിന്നു പോകാതിരിക്കാൻ കേരള സർക്കാരിനോട് കൈകോർത്തു നിന്നുകൊണ്ട് പെൻഷൻ ആവശ്യമായിട്ടുള്ള തുക അഡ്വാൻസ് അടക്കം നൽകിക്കൊണ്ടാണ് കേരളത്തിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ CPM ചെയർപേരിയ കമ്മിറ്റി അംഗം PV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. TG വിനയൻ, ജെയിംസ് പി പോൾ, സദീപ് ജോസഫ്, CU ഉദയൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ മാർച്ചും സത്യാഗ്രഹവുമായി CPIM ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഊരകം ചേർപ്പ് ചൊവ്വൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. UDF ഗവൺമെന്റ് പരിശ്രമിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമോ വിഷമമില്ല. പക്ഷേ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടെടുത്താൽ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അതിനെ ചെറുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന പല പദ്ധതികളും തകർക്കാൻ ഒരു വിഷമില്ലാത്ത നീചമായ ഭരണമാണ് ഇവിടെ അരങ്ങേറുന്നത്. അടുത്ത ദിവസം സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന ഒരു പദ്ധതി LDF നടപ്പാക്കിയത് തകർത്തു. UDF ഗവൺമെന്റ് കോൺഗ്രസും എല്ലായിടത്തും പ്രസംഗിക്കുന്നത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് ഈ ഗവൺമെന്റ് മുതിരുന്നു എന്നാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ കുടുംബിനികളായ സ്ത്രീകൾക്ക് 1000 രൂപ സുരക്ഷാ പദ്ധതി നടപ്പാക്കി. കേരളത്തിൽ പല വീടുകളിലും പുരുഷ മേധാവിത്വം. പുരുഷൻ പണിക്ക് പോയി പണിയെടുക്കുന്നതിനേക്കാൾ ഇരട്ടി പണി കാലത്ത് മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീ ചെയ്യുന്നുണ്ട്. ചേർപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സഹദേവൻ അധ്യക്ഷനായി. M മധു, ഷാജഹാൻ, അൻവർ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതി തകർക്കാനുള്ള UDF സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPMന്റെ വില്ലേജ് ഓഫീസ് സത്യാഗ്രഹ സമരം. പാലക്കൽ വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു സത്യാഗ്രഹം. CPM ചെയർപേരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KP പ്രസാദ് അധ്യക്ഷനായി. KN രാജൻ, CK അനന്തകൃഷ്ണൻ, KK മോഹനൻ എന്നിവർ സംസാരിച്ചു. ലോകത്ത് കലയുള്ളവരും ഇല്ലാത്തവരുമായ രണ്ടുതരം മനുഷ്യരാണുള്ളതെന്ന് കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. സ്വരസാഹിതി സംഗീത സാഹിത്യവേദി 5ാം വാർഷികവും പുസ്തക പ്രകാശനവും തൃശൂർ എഴുത്തച്ഛൻ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്വരസാഹിതി അംഗങ്ങളുടെ എങ്ങനെ ഞാൻ മറക്കുമെന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. സംഗീത സാഹിത്യവേദികളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്നതായിരുന്നു പരിപാടി. കേരളത്തിലെ വിവിധ ജില്ലകളിലെ എഴുത്തുകാർ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വരസാഹിതി അംഗങ്ങളായ 7 എഴുത്തുകാരുടെ കവിതാ സമാഹാരങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. സ്വരസാഹിതി ചീഫ് എഡിറ്റർ ഗീതാഞ്ജലി അധ്യക്ഷയായി. മുരളി മൂത്തേരി, AC രവീന്ദ്രൻ, ജോജു വോഗീസ്, ബാബുരാജ് മുംബൈ, സന്ധ്യാജി മേനോൻ, ലക്ഷ്മി ശ്രീകുമാർ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. പാട്ടുകളും കവിതാലാപനവും നൃത്തങ്ങളും ചടങ്ങിൽ അരങ്ങേറി. വിവിധ കവിത, കഥാരചന മത്സര വിജയികൾ, മറ്റ് സ്വരസാഹിതി അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്വരസാഹിതി കലാപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. സ്വരസാഹിതി സംഗീത സാഹിത്യവേദിയുടെ എങ്ങനെ ഞാൻ മറക്കുമെന്ന പുസ്തകം വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. പുസ്തകം ആവശ്യമുള്ളവർക്ക് 9961 486449 എന്ന നമ്പറിൽ വിളിച്ച് കോപ്പികൾ വരുത്താവുന്നതാണ്.
കോടന്നൂർ അമ്പാടി ലൈൻ സ്വദേശി കുന്നപ്പള്ളി വീട്ടിൽ പരേതനായ വിജയൻ നായർ ഭാര്യ വാസന്തി ടീച്ചർ നിര്യാതയായി. 72 വയസ്സായിരുന്നു. അമ്പിളി, ബിന്ദു എന്നിവർ മക്കളും ശശിധരൻ, സുരേഷ് കുമാർ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യാത്രാ ദുരിതം സൃഷ്ടിച്ച കണിമംഗലം പാലക്കൽ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. റോഡിന്റെ പ്രധാന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായ ഘട്ടത്തിലാണ് നടപടി. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകരയിൽ ഗീതാ ഗോപി MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CC മുകുന്ദൻ MLA ആയിരിക്കെ അനുവദിച്ച 18 പദ്ധതികൾ MLA തടഞ്ഞുവച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. സപ്ലൈകോ ചേർപ്പ് നിയോജക മണ്ഡലം ഓണം ഫെയറിന് തുടക്കമായി. ചേർപ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ഓണം ഫെയർ തുടങ്ങിയത്. രാജീവ് ഗാന്ധി ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ച് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി. ചേർപ്പ് സെന്ററിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.